രക്ഷകൻ കൂടെയുണ്ട്, എന്റെ ചാരയുണ്ട്, ഞാൻ ഭയപ്പെടില്ല. ഇസ്രായേലിൻ രക്ഷകൻ കൂടെയുണ്ട്, എന്റെ ചാരയുണ്ട്, ഞാൻ ഭയപ്പെടില്ല. നാഥാ കനിയേണമേ, എന്റെ പാപങ്ങൾ പൊറുക്കേണമേ, ദിവ്യദാനങ്ങൾ പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാവുന്നവരാണെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുക. നമ്മൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷെ നമ്മളെല്ലാം ഒരേ കൂട്ടായ്മയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ്. ഈ മണിക്കൂർ ദൈവകരുണയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു മണിക്കൂറാണ്. ലോകം മുഴുവനും ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ദൈവകരുണ. ഈ ചിന്തകളെല്ലാം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യനാഥൻ ദൈവകരുണയുടെ മുഖമാണ്. കർത്താവേ, അങ്ങയുടെ മുമ്പിലായിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരും ആ കരുണ പ്രാപിച്ച് ആ കരുണ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരാകുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ആ ബോധ്യത്തോടെ നമ്മുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും നമ്മുടെ ജീവിതത്തെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് സ്വതന്ത്രമായിട്ട് അല്പസമയം കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ മേൽ ഇന്ന് വരെ അങ്ങ് ചൊരിഞ്ഞിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, ഞങ്ങളുടെ മേൽ അവിടുന്ന് വർഷിക്കുന്ന കാരുണ്യത്തെ ഓർത്ത്, വർഷിക്കുവാനിരിക്കുന്ന കൃപകളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, സംസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് അല്പസമയം ദൈവവചന വെളിച്ചത്തിൽ നമുക്ക് ദൈവകരുണ നമ്മളിലേക്ക് ഒഴുകി വരാനുള്ള ചില ഉറപ്പുള്ള വഴികളെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കാം. ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, 1 യോഹന്നാൻ 4:8 വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആരാണ് നമ്മുടെ ദൈവം? ദൈവം സ്നേഹമാണ്. ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം, യേശു നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. കരുണാർദ്ര സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം, കാരുണ്യം നിറഞ്ഞ സ്നേഹം. ദൈവത്തിൻ്റെ സത്ത് എന്ന് പറയുന്നത് സ്നേഹമാണ്. അതുപോലെ തന്നെ ദൈവം നമ്മൾ ഓരോരുത്തരോടും കാണിക്കുന്നത് കാരുണ്യമാണ്, കരുണാർദ്ര സ്നേഹമാണ്. ഈ ദൈവം നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമാണ്. യോഹന്നാൻ 15:12 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. അതുകൊണ്ട് ദൈവം സ്നേഹമാണെങ്കിൽ ദൈവമക്കള് സ്നേഹമായി മാറണം. എപ്പോഴെങ്കിലൊക്കെ എന്തെങ്കിലും സ്നേഹത്തിൻ്റെ കാര്യങ്ങളൊന്ന് കാണിക്കണം എന്നല്ല, എപ്പോഴെങ്കിലും സ്നേഹത്തിൻ്റെ എന്തെങ്കിലും പ്രകടനങ്ങൾ നടത്തണം എന്നല്ല, നമ്മുടെ സത്ത് സ്നേഹമായി മാറണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ദൈവമക്കളായി മാറുന്നത്, ദൈവത്തിൻ്റെ അതേ സ്വഭാവം ഉൾക്കൊള്ളുന്നവരായി മാറുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ദൈവമക്കളായി നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത് സ്നേഹമാണ്. 1 കൊറിന്തോസ് 14 ആദ്യ വചനങ്ങൾ തന്നെ നമ്മളെ പഠിപ്പിക്കുന്ന അതാണ്. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ദൈവമക്കളായി നമ്മൾ ഒരു നിയമമാക്കി മാറ്റേണ്ടത് ശരിക്കും സ്നേഹമാണ്. സ്നേഹം ബലി കഴിച്ചുകൊണ്ടുള്ള നിയമപാലനം ദൈവം ഇഷ്ടപ്പെടുന്നില്ല. അത് വചനങ്ങൾ കൃത്യമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്.
മത്തായിയുടെ സുവിശേഷം 9:13 വായിച്ചാൽ അത് കാണാൻ പറ്റും. അതുപോലെ തന്നെ 12:7 മുതൽ വായിക്കുമ്പോൾ അത് കാണാൻ സാധിക്കും. അവിടെ എല്ലാം പറഞ്ഞിരിക്കുന്നത് ബലിയേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് കരുണയാണ്. പറയുന്നുണ്ട്, സ്നേഹം ബലി കഴിച്ചുകൊണ്ടുള്ള ബലിയർപ്പണങ്ങളും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങളും അത് ദൈവം സ്വീകരിക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ബലിയേക്കാൾ ദൈവം ഇഷ്ടപ്പെടുന്നത് കരുണയാണ്. പറയുന്നുണ്ട്, ദൈവം കാരുണ്യവാനായിരിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും കരുണയുള്ളവരാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. ഈ യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കുന്ന ഏതാനും ചില വചനഭാഗങ്ങൾ ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 6 മുതൽ വായിക്കുമ്പോൾ, പുറപ്പാട് 20-ാം അധ്യായത്തിൽ ദൈവം നൽകുന്ന കൽപ്പനകൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുക. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക. ദൈവം നമ്മെ സ്നേഹിച്ചതുപോലെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക, പരസ്പരം സ്നേഹിക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പനയെന്ന് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പുറപ്പാട് 20:6 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുക, കൽപ്പനകൾ അനുസരിക്കുക, നിങ്ങളുടെ തലമുറകൾ പോലും ദൈവകരുണ പ്രാപിക്കും. നമുക്ക് കരുണ ലഭിക്കാൻ, നമ്മുടെ തലമുറയ്ക്ക് കരുണ ലഭിക്കാനുള്ള ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുക. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ. യോഹന്നാൻ 14-ാം അധ്യായം 15 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ പാലിക്കണം. യോഹന്നാൻ ശ്ലീഹ തൻ്റെ ലേഖനങ്ങളിലും വ്യക്തമായിരിക്കുന്ന ഒരു കാര്യമാണ്, ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളതല്ല. കർത്താവിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നത്, വചനം ജീവിക്കുന്നത് നമുക്ക് ഭാരമുള്ള കാര്യങ്ങളായി തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ സൂചന വേണ്ടതുപോലെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. ദൈവത്തെ സ്നേഹിക്കുന്നത് ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു നടക്കുന്നതിലല്ല. ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവത്തിൻ്റെ വഴികൾ അത് വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്ത് അത് ആസ്വദിച്ച് മുമ്പോട്ട് പോകുന്നവരാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർ. അവരുടെ ജീവിതത്തിൽ ഒരു ക്ലേശം വന്നാലും സഹനം വന്നാലും ത്യാഗം വന്നാലും അതെല്ലാം സന്തോഷത്തോടെ എടുക്കാൻ അവർക്ക് സാധിക്കും. യഥാർത്ഥ സ്നേഹം ദൈവത്തോട് അവർക്കുണ്ടെങ്കിൽ. അതുകൊണ്ടാണ് നമ്മളും നമ്മുടെ തലമുറകളുമെല്ലാം അനുഗ്രഹിക്കപ്പെടാൻ സഹായിക്കുന്ന ഒരു കാര്യം, കരുണ പ്രാപിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത്. പ്രഭാഷകൻ 1-ാം അധ്യായം 10-ാമത്തെ വചനം എടുക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ലഭിക്കുന്ന മറ്റൊരു ആനുകൂല്യം, അവകാശം, ഇതെല്ലാം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ശരിക്കും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന ഒരഭിഷേകം എന്ന് പറയുന്നത് ഉന്നതമായ ഒരു അഭിഷേകം. അതാണ് ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകം. ഈ വചനം പ്രഭാഷകൻ 1:10 നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, നിന്റെ സ്നേഹത്തിൻ്റെ അളവനുസരിച്ചായിരിക്കും അഭിഷേകത്തിൻ്റെ അളവ്. പ്രത്യേകിച്ച് ജ്ഞാനത്തിൻ്റെ അഭിഷേകം, ആ അഭിഷേകത്തിൻ്റെ അളവ് നീ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ അതനുസരിച്ചായിരിക്കും. പറയുന്നുണ്ട്, ജ്ഞാനിയാകാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തെ സ്നേഹിക്കണം, ജ്ഞാനത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നവർ സ്നേഹത്തിൽ വളരണം. അപ്പോഴാണ് ഇത് സാധ്യമാകുന്നത് എന്ന് കർത്താവ് കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഉൽപ്പത്തി 29-ാം അധ്യായം 20-ാമത്തെ വചനമെടുക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നു, യോഹന്നാൻ ശ്ലീഹ പറഞ്ഞൊരു കാര്യം നമ്മൾ കാണുകയുണ്ടായി, ദൈവത്തിൻ്റെ കൽപ്പന ഭാരമുള്ളതല്ല. ദൈവത്തിൻ്റെ കൽപ്പന അത് പാലിക്കുന്നത് ഭാരമുള്ളതായിട്ട് നിനക്ക് തോന്നില്ല. എപ്പോഴാ? ദൈവത്തെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നവരായി മാറുമ്പോൾ. ഇവിടെ നമ്മൾ കാണുകയാണ് ഉൽപ്പത്തി 29-ന്റെ 20-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ യാക്കോബിന് റാഹേലിനോട് ഒരു പ്രണയമുണ്ടായിരുന്നു, സ്നേഹമുണ്ടായിരുന്നു, ആത്മാർത്ഥമായ സ്നേഹം. അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ അതിനുവേണ്ടി ഏറ്റെടുക്കേണ്ടി വന്ന സഹനങ്ങൾ, ചെയ്യേണ്ടി വന്ന ജോലികൾ അവനൊരിക്കലും ഭാരമുള്ളതായി മാറിയില്ല. ലാബാൻ്റെ കീഴിൽ, റാഹേലിൻ്റെ അപ്പൻ ലാബാൻ്റെ കീഴിൽ
ഒരടിമയെപ്പോലെ അവൻ പണിയെടുത്തു. 7 വർഷമാണ് പറഞ്ഞിരുന്നത്. ഈ 7 വർഷം പോയത് ഏതാനും ദിവസങ്ങൾ പോലെയാണ്. പറയുകൊണ്ട് നമുക്ക് ദിവസം കടന്നു പോകുന്നില്ല, അതല്ലെങ്കിൽ സമയം കടന്നു പോകുന്നില്ല. നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഭാരപ്പെടുത്തുന്ന അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുടെ അതിൻ്റെ സൂചന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹം വളരേണ്ടതുപോലെ വളർന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ശരിക്കും ദൈവത്തെ സ്നേഹിക്കുന്നവരായി മാറുമ്പോൾ ദൈവത്തെ പ്രതിയുള്ള സഹനങ്ങൾ, ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്ന സഹനങ്ങൾ, ക്ലേശങ്ങൾ ഒരിക്കലും ഭാരമുള്ളതായിട്ട് നമുക്ക് തോന്നില്ല എന്നുള്ളത് ദൈവവചനം നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒക്കെ നൽകുന്ന വലിയൊരു പഠനമാണ്. അതെടുക്കാൻ നമുക്ക് സാധിക്കണം. ഈ സ്നേഹം വളർന്നാൽ, ദൈവത്തോട് ആത്മാർത്ഥമായ സ്നേഹമുണ്ടെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ അതുപോലെ പ്രതികൂല സാഹചര്യങ്ങളിൽ അതൊരുപാട് നമ്മെ സഹായിക്കും എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗം കൂടി നമുക്കെടുക്കാം. പ്രഭാഷകൻ 34:19 വചനം. ഈ വചനം വളരെ ധ്യാനാത്മകമായിട്ട് നമ്മൾ വായിച്ച് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ വലിയ നേട്ടമായിരിക്കും. ജീവിതത്തിൽ ചില സാഹചര്യങ്ങളെ നേരിടേണ്ടി വരുമ്പോൾ നമ്മളവിടെ പരാതി പരിഭവം പറയേണ്ടി വരില്ല. അതല്ലാതെ തന്നെ ആ സാഹചര്യങ്ങളെല്ലാം അഭിമാനത്തോടെ എടുത്ത് കാഴ്ചവെച്ച് മുമ്പോട്ട് പോകാനായിട്ട് നമുക്ക് സാധിക്കും. അത് 1 പത്രോസ് 4:12 മുതൽ വായിക്കുമ്പോഴും നീ ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് തിക്താനുഭവങ്ങളോ തിരസ്കരണമോ ഒക്കെ വരുമ്പോൾ എന്തോ അപ്രതീക്ഷിതമായത് വന്നതുപോലെ നീ പരിഭ്രമിക്കരുത്. ചിലരെ സംബന്ധിച്ചിടത്തോളം ചില സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എന്തുകൊണ്ട് എനിക്കിത് വന്നു, എനിക്ക് പ്രാർത്ഥനയും വിശ്വാസമൊക്കെ ഉള്ള വ്യക്തിയാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ജീവിതത്തിൽ ഒരു പരാജയം വന്നു, അങ്ങനെയൊക്കെ ചിന്തിച്ചു പോകുന്ന അവസ്ഥകളുണ്ടാകാം. പത്രോസ് പറയാണ്, ഒരിക്കലും അങ്ങനെ പരിഭ്രമിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. അതിന് ഒരു ക്രിസ്ത്യാനി എന്താണ് പ്രതീക്ഷിക്കേണ്ടത് എന്ന് പ്രതീക്ഷിക്കണം. പ്രതീക്ഷിക്കേണ്ടത് എന്താണെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. ആ പ്രതീക്ഷ നമുക്കുണ്ടാകണം. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള അവസ്ഥയിലൊന്നും പരിഭ്രമിക്കേണ്ടി വരില്ല, ലജ്ജിക്കേണ്ടി വരില്ല എന്നുള്ളത് വചനം പഠിപ്പിക്കുകയാണ്. തുടർന്ന് വായിച്ചാൽ പത്രോസ്ലീഹ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിങ്ങൾ ലജ്ജിക്കാതെ അഭിമാനം കൊള്ളണം. ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് സഹിക്കേണ്ടി വരുമ്പോൾ അഭിമാനം കൊള്ളണം. അവിടെ നമ്മൾ തളരാതെ പതറാതെ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കണം. അതിനാവശ്യമായ കാര്യം കർത്താവ് ചെയ്യും എന്നുള്ളത് പ്രഭാഷകൻ 34:19 വചനം വായിക്കുമ്പോൾ നമ്മൾ കാണുന്നതാണ്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, എല്ലാവർക്കും അല്ല കേട്ടോ, സ്നേഹം നടിക്കുന്നവർക്കും അല്ല, സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ, ശരിക്കും നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ അവരുടെ പ്രത്യേകത, ചില നേട്ടങ്ങൾ അവരുടെ ജീവിതത്തിലുണ്ടാവും. ആത്മാർത്ഥമാണെങ്കിൽ ദൈവം അവർക്ക് ശക്തമായ സംരക്ഷണമായിരിക്കും. നമ്മളെ ഒരിക്കലും അനാഥരായിട്ട് ദൈവം വിടത്തില്ല. ശക്തമായ സംരക്ഷണം ദൈവം നമുക്ക് തന്നിരിക്കും. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ദൈവം അവർക്ക് പൊരിവെയിലിൽ തണലായിരിക്കും. നല്ല ചൂടത്ത് നമുക്കാണെങ്കിൽ സാധിക്കും, ചിലർ പെട്ടെന്ന് കുട നിവർത്തി തലയ്ക്ക് മോളിൽ പിടിക്കും. അതല്ലെങ്കിൽ എവിടെയെങ്കിലും ഇച്ചിരി തണൽ കിട്ടുമെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഓടും. അത് ഒരാശ്വാസം നമുക്ക് തരുന്നത് നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. അതുപോലെ ദൈവം നമുക്ക് തണലായി മാറും എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വീണ്ടും അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഉറപ്പുള്ള താങ്ങായിട്ട് ദൈവം മാറും. അറിയാതെ ചിലർ തളർന്ന് വീഴാൻ തുടങ്ങുന്നത് കണ്ടു കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവർ ഓടിച്ചെന്ന് അവരെ താങ്ങി നിർത്തും. മനുഷ്യർ പോലും അങ്ങനെ ചെയ്യുന്നത് കാണാൻ പറ്റും. നമ്മൾ മറ്റുള്ളവരെ താങ്ങിയിട്ടുണ്ടായിരിക്കാം, മറ്റുള്ളവർ നമ്മളെ താങ്ങി സഹായിച്ചിട്ടുണ്ടായിരിക്കാം. ദൈവത്തെ ശരിക്കും സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരു താങ്ങായി മാറും. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ചുടുകാറ്റിൽ അഭയമായിട്ട് ദൈവം മാറും. ഇടറാതിരിക്കാൻ സംരക്ഷണമായിട്ട് ദൈവം മാറും. ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെ സഹായം കിട്ടുന്നത് വളരെ നല്ലതാണ്. ആരെ ദൈവം സഹായിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്? ദൈവത്തെ സ്നേഹിക്കുന്നവരെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഈ അൾത്താരയിൽ സമർപ്പിക്കാം. നമ്മോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തവരുടെ ആവശ്യങ്ങളെ, കുടുംബത്തിൻ്റെ അവസ്ഥകളെ ഈശോയുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം. ലോകം മുഴുവനെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്
നമുക്ക് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാൻ ഒരുങ്ങാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവേ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ഏറ്റെടുക്കണമേ. ഞങ്ങൾക്ക് വേണ്ട അവിടുത്തെ കാരുണ്യം ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവർക്കെല്ലാം അവിടുത്തെ കരുണ ലഭിക്കട്ടെ. ഞങ്ങളെല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി അവിടുത്തെ കരുണയ്ക്കായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ആരാധനയും സ്തുതിയും എന്നേരവും ആശ്വാസമേകും ഈ ധന്യ നിമിഷത്തിൽ ആത്മാവിൻ അഭിഷേകം നൽകണമേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ആരാധനയും സ്തുതിയും എന്നേരവും ആശ്വാസമേകും ഈ ധന്യ നിമിഷത്തിൽ ആത്മാവിൻ അഭിഷേകം നൽകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.